ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളായി ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഓണം ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു കണ്ടൻറ്റൊക്കെ കിട്ടി. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ ഓണമാണ്. അപ്പോൾ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജധാനി കോളേജാണ്. അപ്പോൾ ഞാനവിടെ MBA ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത് 21-ാം തീയതി ആയിരുന്നു. അപ്പോൾ നല്ലൊരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു. നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കോളേജിൽ. എൻജിനീയറിംഗ് ആയാലും MBA, പിന്നെ അതുപോലെ തന്നെ BHMCT. അപ്പോൾ പിന്നെ അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒരുമിച്ച് വരുന്ന ഒരു ഓണമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും എനിക്കിതൊരു വ്ളോഗ് ആക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഞാൻ ഡാൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡാൻസ് പ്രാക്ടീസ് കുറച്ച് ഡേയ്സ് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെഷനും കൂടെ ഞാൻ ഈ വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫിനാൻസ് ക്ലാസ്സിലുള്ളവർ കുറച്ച് പേരുണ്ട് ഇവിടെ ഈ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ കുറച്ച് പേരൊക്കെ റീലെടുത്തു. പിന്നെ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ തലേ ദിവസം നമ്മളെല്ലാവരും ഫുൾ ചിൽ മോഡായിരുന്നു. നമുക്ക് ഇൻ്റർവെൽസും പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സും കുറവായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ പ്രാക്ടീസ് സെഷൻസൊക്കെ ആയിരുന്നു. അതിനിടയിൽ ഒരു മഴ പെയ്തപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണിത്. നമ്മൾ കുറച്ച് നേരം സ്റ്റേജിലും കൂടെ പോയി പ്രാക്ടീസൊക്കെ ചെയ്തായിരുന്നു. ഇതാണ് നമ്മുടെ ഓണത്തിൻ്റെ കോർഡിനേറ്റർ അഷ്ടമി. അപ്പോൾ അഷ്ടമി മാത്രമല്ല, വൈശാലിയും ആനന്ദും കൂടെയുണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടി ഓഡിറ്റോറിയത്തിലോട്ട് പോയി. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓണം സെലിബ്രേഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഡാൻസ് കളിച്ച് നോക്കി പിന്നെ പൊസിഷൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഈ കാണുന്ന ആനന്ദം പിന്നെ വൈശാലി ഇവരെല്ലാവരും ഓണത്തിൻ്റെ കോർഡിനേറ്റേഴ്സാണ്. നമ്മളെ ടീമിൻ്റെ ഡാൻസ് വിസ്മയും പിന്നെ അശ്വിനിയും കൂടെയൊക്കെയാണ് സെറ്റ് ചെയ്ത് തന്നത്. കോർഡിനേറ്റേഴ്സ് അല്ലാതെ നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും നമ്മൾ തമ്മിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഓണം ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. എപ്പോഴാണ് എൻജിനീയറിങ്ങിൻ്റെ ബാനർ റിലീസിൻ്റെ ടൈം വന്നത്. അപ്പോൾ അവിടെ നല്ല ബഹളം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയിട്ടൊന്നും പറ്റിയില്ല. പക്ഷെ എങ്ങനെയോ ഞാൻ എൻ്റെ ക്യാമറ ബുക്കിൽ കുറച്ച് വീഡിയോ ഷോട്ട്സൊക്കെ കിട്ടി എനിക്ക്. അതുപോലെ തന്നെ അവരുടെ വീഡിയോയും റിലീസ് ചെയ്തു. അപ്പോൾ അതും കൂടെ കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. നേരത്തെ റെഡിയാവാനുള്ള തിരക്കിൽ എനിക്ക് ട്രാൻസിഷൻ വീഡിയോയും പിന്നെ ഞാൻ ഉദ്ദേശിച്ച ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ റഷ് ചെയ്തിട്ടാണ് ഒരുങ്ങിയത്. അപ്പോൾ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് കോളേജ് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നേരത്തെ ഒരു 9 മണിയൊക്കെ ആയി. സാധാരണ നമ്മൾ കോളേജ് 8:30 എത്തണം. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അതൊരു പ്രോഗ്രാമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു 9 o'clock കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് തന്നെ ലാമ്പ് ലൈറ്റിംഗ് സെറമണി ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് താഴോട്ട് പോയി. ആദ്യം തന്നെ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു നല്ലൊരു തിരുവാതിരയായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നു കുറച്ച് നേരം നമ്മൾ. അപ്പോൾ അതോടെ തന്നെ നമ്മൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിക്സ് എടുക്കാനായിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ നമ്മൾ താഴത്തെ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഫോട്ടോസ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് വൈസും ശിങ്കാരി മേള സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ബഹളമാണ് പിന്നെ കേട്ടത്. അതോടൊപ്പം തന്നെ ഓട്ടോ ഷോയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാഴ്സൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ശിങ്കാരി മേള നടത്തി നേരെ നമ്മൾ മേളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും പിന്നെ കുറച്ച് നേരത്തേക്ക് ഈ മേള നടക്കുന്നത്. മേളം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും നേരെ മേളിലോട്ട് വന്നു. അപ്പോൾ 8 വെച്ചിട്ടാണ് നമുക്ക് പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കൈകൊട്ടിക്കളിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഡാൻസിൻ്റെ ഒരു ഇത് വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഒരു പാട്ടായിരുന്നു. അപ്പോൾ നല്ലൊരു പാട്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് കഴിഞ്ഞിട്ടായിരുന്നു നമുക്കുള്ള ഡാൻസ്. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഗെയിംസ് ഉണ്ട്. സദ്യ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാ ഒരു വിഭവങ്ങളും നല്ലതായിട്ട് സെർവ് ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു എല്ലാ വിഭവങ്ങൾക്കും. നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ്സിലോട്ട് പോയി. അവിടെ നമുക്ക് AC ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അഞ്ജലിയുടെയും ആദ്യയുടെയും കൂടെ പോയായിരുന്നു. ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഫസ്റ്റ് സൈക്കിൾ റാലി ആയിരുന്നു. അങ്ങനെ ഞാൻ വന്നപ്പോൾ സൈക്കിൾ റാലി കഴിഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ വടംവലി സ്റ്റാർട്ട് ചെയ്തത്. ഇത് ബോയ്സിൻ്റെ വടംവലിയാണ്. നമ്മൾ ഫസ്റ്റ് ഇയേഴ്സും പിന്നെ സെക്കൻഡ് ഇയേഴ്സും കൂടിയുള്ള വടംവലിയാണ്. ബോയ്സ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഗേൾസിന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനും ഇതുപോലെ തന്നെ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയേഴ്സ് തമ്മിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. സോ ദാറ്റ് വാസ് മൈ കോളേജ് ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്.